അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ്, നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള സാദാത്യങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുള്ള വളരെ രസകരമായ സന്തോഷമുള്ള ഒരു ഒത്തുകൂടലിലാണ് നമ്മൾ ഈ മഅദിൻ്റെ തിരുമുറ്റത്ത് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ ഒരു സമയത്ത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയത്തെക്കുറിച്ച് അല്പം സംസാരിക്കുക എന്നത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കൂടുതലായി സംസാരിക്കാൻ സമയമോ അതല്ലെങ്കിൽ അവസരമോ ഇവിടെ ഇല്ല. എങ്കിൽ പോലും തിരഞ്ഞെടുക്കപ്പെട്ട വിഷയം ധാർമ്മികത, മനസ്സിലിരുത്തേണ്ട വിദ്യാഭ്യാസം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മളെല്ലാം മനസ്സിലിരുത്തേണ്ട ചില കാര്യങ്ങളെ മാത്രമാണ് ഇവിടെ പറയുന്നത്. ഏറ്റവും ആദ്യമായി വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നമ്മെ പഠിപ്പിച്ചു തന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. വൽ അസ്ർ, കാലം സാക്ഷി. ബഹുമാനപ്പെട്ട മർക്കസിലെ ഉസ്താദ് മലയം ഉസ്താദ് പലപ്പോഴും പറയും, വൽ അസ്ർ, കാലത്തിൻ്റെ അപ്ഡേഷനുകളെ സ്വീകരിച്ചില്ലെങ്കിൽ അവരാണ് ശ്രദ്ധിക്കേണ്ടത്. എന്താണ് വിഷയം? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, നിശ്ചയം മനുഷ്യർ. അവിടെ വിശ്വാസി എന്നല്ല പറഞ്ഞത്, മറിച്ച് മനുഷ്യർ അവർ പരാജയത്തിലാണ്, അവർ പരാജിതരാണ്. അത് പറയാനുള്ള കാരണം, അത് പറഞ്ഞതിൻ്റെ ശേഷം കൃത്യമായി പറയുന്നുണ്ട്, പരാജയപ്പെടാതെ പോകുന്ന ആളുകൾ ആരാണ്? ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വാസികളായ, വിശ്വാസം കൊണ്ടു നടക്കുന്നവരും അതുപോലെ തന്നെ കൃത്യമായി അമലുകൾ ജീവിതത്തിൽ നിഷ്കർഷിക്കുന്നവരും മാത്രമാണ് വിജയിക്കുന്നവർ. അല്ലാത്തവരെല്ലാം പരാജിതരാണ്. ഈ ഒരു പോയിന്റ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വിഷയത്തെ സംസാരിക്കാം. നമുക്ക് ഇൻഷാ അല്ലാഹ് കൂടുതൽ സംസാരിക്കുന്നില്ല എന്ന് ആദ്യമേ പറഞ്ഞത് കൊണ്ട് തന്നെ പ്രധാനപ്പെട്ടൊരു വിഷയം അമലാണ്. അമല് അതല്ലെങ്കിൽ പ്രവർത്തനം നമുക്കുണ്ടാവണമെങ്കിൽ അതേ കലിമാത്തുകൾ തന്നെയുള്ള ഇൽമ്, അറിവ് നമുക്ക് നിർബന്ധമാണ്. ആ അറിവ്, ഇന്നത്തെ ലോകത്ത് പല രീതിയിലുള്ള അറിവുകളുണ്ട്. മെയിൻലി നമുക്ക് അതിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് റിലീജിയസ് നോളജ് ആണെങ്കിൽ, മറ്റൊന്ന് മെറ്റീരിയൽ നോളജാണ്, അതല്ലെങ്കിൽ ഭൗതിക വിദ്യാഭ്യാസം എന്ന രീതിയിലും അതോടൊപ്പം തന്നെ ദീനുമായി ബന്ധപ്പെട്ട മതപരമായ വിദ്യാഭ്യാസം എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ വിഷയം ധാർമ്മികത, മൊറാലിറ്റി എന്ന് പറയുന്നതാണ്. എന്താണ് ധാർമ്മികത? സാധാരണ കേൾക്കുന്ന വാക്കാണ് മൊറാലിറ്റി. സത്യമെന്ത്, അസത്യമെന്ത് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ്, ചിന്ത, ബോധം നൽകുന്നത് എന്തുണ്ടോ അതെല്ലാം മൊറാലിറ്റിയാണ്. അതെല്ലാം ധാർമ്മികതയുടെ ഉത്തരമാണ്. ആ രീതിയിൽ പരിഗണിക്കുമ്പോൾ ഇന്നുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പല കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. നമ്മൾ തന്നെ പഠിക്കുന്ന BA-യും അതുപോലെ തന്നെ അതിനോടനുബന്ധമായിട്ടുള്ള BSc-യും BCom തുടങ്ങിയിട്ടുള്ള കോഴ്സുകളും അതോടൊപ്പം തന്നെ MA, MSc, MCom ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല കോഴ്സുകളും, അത് കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേഷനും അതിനപ്പുറമുള്ള ഡോക്ടറൽ ഡിഗ്രിയും എല്ലാം വിദ്യാഭ്യാസത്തിൻ്റെ ഒരു തലമാണ്. ഇതിലൂടെ മൊറാലിറ്റി അതല്ലെങ്കിൽ മോറൽ എഡ്യൂക്കേഷൻ നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന ചോദ്യം നമ്മളെല്ലാം സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അതേസമയം അതിൻ്റെ മറ്റൊരു സൈഡ്, ഞാൻ ആദ്യം തുടങ്ങി വെച്ച വിഷയത്തിലേക്ക് തന്നെ വരാം. മതപരമായിരിക്കുന്ന വിദ്യാഭ്യാസം. മതപരമായിരിക്കുന്ന വിദ്യാഭ്യാസം പരിഗണിക്കുകയാണെങ്കിൽ ആ വിദ്യാഭ്യാസം പഠിപ്പിച്ചതാരാണ്, നമുക്ക് പകർന്നു തന്നതാരാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തോടെ നമുക്ക് എല്ലാ പ്രശ്നത്തിനും പരിഹാരം കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ദ ഫാദർ ഓഫ് നാഷൻ എന്ന് നമ്മൾ വിളിക്കുന്ന മഹാത്മജി തന്നെ പറഞ്ഞത്, ലോകത്ത് ഞാൻ ആഗ്രഹിക്കുന്നൊരു വിഷയം, ഈ രാജ്യം എന്നല്ല ലോകത്ത് തന്നെ സമാധാനവും സന്തോഷവും നിലനിൽക്കണമെങ്കിൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഏകാധിപതിയായി തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് ഗാന്ധിജി ആഗ്രഹിക്കുന്നുണ്ട്. ഇതേ ഗാന്ധിജി തന്നെ പറഞ്ഞ മറ്റൊരു വാക്കുണ്ട്, ഒരു വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏതൊരു കാട്ടാളനെയും മനുഷ്യനാക്കി മാറ്റാൻ പറ്റുന്ന ഒരു പ്രോസസ് എന്നാണ്. ഈ ഒരു വിഷയം വെച്ചുകൊണ്ട് മതപരമായിരിക്കുന്ന വിദ്യാഭ്യാസത്തിനാണോ അതല്ല ഭൗതിക വിദ്യാഭ്യാസത്തിനാണോ ഇവിടെ ഈ പറയപ്പെട്ട ധാർമ്മികത ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുക എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. നോക്കൂ നിങ്ങൾ, ഇവിടെ ഇന്ന് കാണുന്ന എത്രയോ വിഷയങ്ങളും കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ
ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന, വായിച്ചുകൊണ്ടിരിക്കുന്ന, ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന മെസ്സേജുകൾ, ന്യൂസുകൾ എല്ലാം ചെയ്യുന്നവരൊരു പക്ഷേ ഹയർ എഡ്യൂക്കേഷനുള്ള ആളുകളായിരിക്കും. ഇവരെല്ലാം ഇത് പഠിച്ചത് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നുവരെ നമ്മൾ ശങ്കിച്ചു പോകുന്ന എത്രയോ കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അവിടെയെല്ലാം കൃത്യമായ ഉത്തരം നമുക്ക് ലഭിക്കുന്ന ധാർമ്മികമായ വിദ്യാഭ്യാസം അത് ലഭിക്കണമെങ്കിൽ മതപരമായിരിക്കുന്ന ചുറ്റുപാടിലേക്ക് തന്നെ മനുഷ്യൻ മാറേണ്ടതുണ്ട്. അങ്ങനെ മാറുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന എല്ലാം പഠിപ്പിച്ച ഹബീബ് നമ്മെ പഠിപ്പിച്ച ഒരു പാഠമുണ്ട്: മനുഷ്യനെ മനുഷ്യനായി കാണുക, പരിഗണിക്കേണ്ടവരെ പരിഗണിക്കുക, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുക, കരുണയോടെ ആർദ്രതയോടെ പെരുമാറേണ്ടവരോട് അങ്ങനെ പെരുമാറുക. ഈ രീതിയിൽ ഹബീബായ തങ്ങളുടെ ഏതൊരു പാഠവും, ഏതൊരു വിഷയവും നിങ്ങൾ എതിരിൽ കാണുന്ന ആളുകളോട് പുഞ്ചിരിയോടുകൂടെ നിങ്ങൾ സംബോധന ചെയ്യണം എന്ന് പറയുന്നതിൽ തന്നെ 6-ാം നൂറ്റാണ്ടിൽ പഠിപ്പിച്ചൊരു മതത്തിന് ഇപ്പോഴും മാറ്റമില്ലേ എന്ന് ചോദിക്കുന്നവരോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്. ഈ പറയപ്പെട്ട ധാർമ്മിക മൂല്യങ്ങൾക്ക് എന്തു മാറ്റമാണ് കാലമത്രയും ലോകമെത്രയും മാറിയാൽ മാറ്റാനുള്ളത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിഷയം വിശദീകരിക്കേണ്ട കാര്യമാണ്. എങ്കിൽ പോലും സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട് കുറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അവസാനിപ്പിക്കുന്നു. ധാർമ്മിക വിദ്യാഭ്യാസം കേവലം പോസ്റ്ററുകളിലോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസുകളിലോ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല, മനസ്സിലിരുത്തേണ്ട വിഷയമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, മനസ്സിലുണ്ടാകുമ്പോഴാണ് അത് നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് വരുള്ളൂ, പൊതു സാഹചര്യങ്ങൾ അത് പ്രതിഫലിക്കുകയുള്ളൂ. അങ്ങനെയാണ് നല്ല നാളെ രൂപപ്പെടുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞ് വാക്കുകൾ നിർത്തുന്നു. ശ്രോതാക്കൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.